പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂരും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ട്രോളർമാർക്ക് ഇഷ്ടം പോലെ പരിഹാസത്തിനും ഹാസ്യത്തിനും പറ്റുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളും ഈ പ്രചാരണ രംഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കൗതുകകരമായ ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ക്രൈസ്തവ സമൂഹം ഓശാന പെരുന്നാൾ ആഘോഷിച്ചത്. ഓശാന പെരുന്നാളിലെ പള്ളികളിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ ഭക്തി ആദരപൂർവ്വം നിൽക്കുന്ന കാഴ്ചകൾ നല്ല ഭംഗിയായി സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി ശ്രീമാൻ സുരേഷ് ഗോപി അതീവ ഭക്തിയോടും ജാഗ്രതയോടും ശ്രദ്ധയോടും നന്നായി ഭാവ വ്യത്യാസങ്ങളില്ലാതെ ഒരു ദേവാലയത്തിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം ഇപ്പോൾ ഏതാണ്ട് വൈറലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെയാണ് തിരുവനന്തപുരത്തെ ചില പള്ളികളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരും BJP സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖറും നേരിയ തോതിലാണെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ പന്ന്യം രവീന്ദ്രനും വിവിധ ദേവാലയങ്ങളിൽ തീവ്രമായ ഭക്തിഭാവത്തോടുകൂടെ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നല്ല ഒന്നാന്തരം അഭിനയമാണ് ഇവരെല്ലാവരും കാഴ്ചവെക്കുന്നതെന്ന് പൊതുസമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നു. രാഷ്ട്രീയത്തിൽ അഭിനയം ആവശ്യമാണ്. പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ അടിസ്ഥാന യോഗ്യതയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള അഭിനയം വളരെ നന്നായി ചെയ്യുന്ന കാര്യത്തിൽ ആരും പിന്നാക്കമല്ല എന്ന കാഴ്ചയാണ് വളരെ കൗതുകത്തോടുകൂടി പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ. കാരണം ഇവിടെ മത്സരിക്കുന്നത് 4ാം തവണ വിശ്വപൗരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹം 2019 3ാം തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ അടുപ്പിച്ചുള്ള ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ച് പാർലമെന്റ് അംഗമായത്. അന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു വരുവാൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാം സ്ഥാനത്തേക്ക് LDFന് പോകേണ്ടിയും വന്നു. 2009 ശശി തരൂർ മത്സരിക്കുന്നവർ അതുവരെ LDFന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. എന്നാൽ 2009 ശശി തരൂരിന്റെ കന്നി മത്സരത്തിൽ തന്നെ അദ്ദേഹം വിശ്വപൗരന്റെ ആ ഒരു പശ്ചാത്തലവും മറ്റ് പ്രത്യേകതകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ചു കയറി ഇടതുപക്ഷത്തിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. 2014 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിജയം ആവർത്തിച്ചു. 2019 വീണ്ടും അദ്ദേഹം 3ാം തവണയും വിജയശ്രീലാളിതനായി. ഇപ്പോൾ ഇതാ 4ാം വട്ടം പാർലമെന്റ് അംഗമാകാൻ മത്സരിക്കുന്നു. അദ്ദേഹത്തെ നേരിടാൻ അതിശക്തന് എന്ന് കരുതുന്നതായ ഒരു BJP സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ IT വിഭാഗത്തിന്റെ സ്റ്റേറ്റ് മന്ത്രിയായിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരെയാണ് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശ്രീ രാജീവ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ കുടുംബമൊക്കെ മലയാളികളാണെങ്കിലും അദ്ദേഹം രാജസ്ഥാനിൽ ജനിച്ച് ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായി അദ്ദേഹം ബാംഗ്ലൂർ തെരഞ്ഞെടുത്ത് അവിടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ കോടീശ്വരനാണ്, വ്യവസായിയാണ്. അദ്ദേഹം IT രംഗത്ത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഉടമയിൽ വളരെ പ്രബലമായിട്ടുള്ള ഒരു മാധ്യമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സന്നാഹങ്ങളുള്ള ഒരാളിനെയാണ് BJP ബോധപൂർവം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ശശി തരൂരിനെതിരായി മത്സരിപ്പിക്കുന്നത്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരവും അവിടുത്തെ വോട്ടർമാരുമായി യാതൊരു പരിചയവുമില്ല. വോട്ടർമാർക്കും അദ്ദേഹത്തെ ഒരു പരിചയവുമില്ല.
അദ്ദേഹം ഓരോ കോണും മൂലയും ഒക്കെ അദ്ദേഹത്തെ നയിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകുന്നു എന്നതൊഴിച്ചാൽ തലസ്ഥാന നഗരിയുമായി യാതൊരു ബന്ധം മുൻപും ഇപ്പോഴും കാര്യമായി ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാവിന്റെ ഭാഷയെ ഉപയോഗിച്ച് കടമെടുത്ത് ഉപയോഗിച്ചാൽ അദ്ദേഹം വിസിറ്റ് വിസയിലാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്ന് ശശി തരൂരിനെതിരായി മത്സരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്ന് പരക്കെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാരണം BJP അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നുണ്ട്, പണം ധാരാളമായി ഒഴുക്കുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ അല്പം പിന്നാക്കം നിൽക്കുന്നത് പല കാരണങ്ങളാൽ LDFന്റെ സ്ഥാനാർത്ഥിയായ പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളല്ല. അദ്ദേഹത്തിന് മറ്റ് എടുത്തു പറയത്തക്കതായിട്ടുള്ള യാതൊരു പ്രഭാവവും പിന്നണിയിലില്ല. അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാനായി സഹായിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലും CPMലുമുള്ള LDFലെ ഘടകകക്ഷിയിലുള്ള മറ്റ് പ്രവർത്തകരാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാലും അവർ ശക്തമായ ഒരു മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. ഒരു ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. 4ാം വട്ടവും ശശി തരൂർ വിജയിച്ച് കയറുമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ആ തരത്തിലുള്ള പ്രാഗൽഭ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 2 നിർണായക വോട്ട് വിഭാഗങ്ങളാണ് തീരദേശ പ്രദേശത്തുള്ള ആളുകളും അതുപോലെ നാടാർ സമൂഹത്തിൽപ്പെട്ടതായിട്ടുള്ള വോട്ടർമാർ. ഈ 2 സമൂഹവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നവരാണ്. അവരെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDFനോട് ചേർന്ന് നിന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടുകൂടി തീരപ്രദേശത്ത് ചെറിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്, ചെറിയ അസന്തുഷ്ടിയുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന് ചില കോട്ടം വന്നിട്ടുണ്ട് എന്നവർ ഭയക്കുകയും സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് കാര്യമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. അക്കാര്യത്തിലൊക്കെയുള്ള ആശങ്കയാണ് ഇപ്പോൾ പുതിയതായി നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കടന്നു കയറാനാണ് BJP ശ്രമിക്കുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വാഗ്ദാന പെരുമഴയും ഇവിടെ പെയ്യിക്കുന്നുണ്ട്. അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രത്തിൽ തീർച്ചയായും ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയാകും. മന്ത്രിയായി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം പാലും തേനും ഒഴുകുന്ന, കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കും. ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കും, IT ഹബ്ബാക്കും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ലഭിക്കും. വിദ്യാസമ്പന്നർക്ക് IT മേഖലയിലൊക്കെ ധാരാളം ജോലി സാധ്യതകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ വാരിക്കോരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അതൊക്കെ പ്രായോഗികമാകുമോ എന്ന് കണ്ടറിയണം. നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണല്ലോ രാഷ്ട്രീയത്തിലെ പ്രധാനമായിട്ടുള്ള പ്രവർത്തന ശൈലിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളിലൊക്കെ വീണ് ജനങ്ങൾ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാക്കും എന്നൊന്നും നമുക്ക് വളരെ നിസ്സാരമായി കാണാനായി സാധ്യമല്ല. ഒരു പഴക്കം നിന്ന സ്ഥാനാർത്ഥിയും പ്രഗത്ഭനായ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള സ്ഥാനാർത്ഥിയും എന്ന പരിവേഷം ശ്രീ ശശി തരൂരിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വിജയ സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ BJPയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവരുടെ ദൃഷ്ടിയിൽ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. CPIയുടെ 4 സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. അപ്പോൾ അവർക്ക് വിജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാനായി സാധ്യമല്ല. അതുകൊണ്ട് ആശ്ചര്യമായി ഒരു ശക്തമായ ത്രികോണ മത്സരം ഇപ്പോഴും നടക്കുന്നു. ഇനിയും തെരഞ്ഞെടുപ്പിന് 1 മാസത്തിൽ അധികം ദിവസങ്ങളുണ്ട്. ആളുകളുടെ മനസ്സ് ഏത് ഗതിയിലേക്ക് മാറും എന്ന് ഇപ്പോൾ പറയാനാവുകയില്ല. ദിവസങ്ങൾ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും തന്നെ പ്രചാരണത്തിന്റെ ആക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള താരശോഭയിലും അതിൻ്റെ പ്രബലതയിലുമൊക്കെ കാറ്റ് എങ്ങോട്ട് മാറി വീശും എന്നൊക്കെ വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടതാണ്. ഏതായാലും ദേശീയ തലത്തിലും ഒരളവ് വരെ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിലും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ത്രികോണ മത്സരമാണ്.
ഈ വരുന്ന 26-ാം തീയതി കേരളത്തിന്റെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഫലം പ്രവചനാതീതമാണ്. 2ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം എത്തിയ BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി കരുതുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവരെ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമെങ്കിൽ 1-2 മണ്ഡലങ്ങളിലെങ്കിലും അവർ വിജയ സാധ്യത കാണുന്നു. അതിൽപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം. അതുകൊണ്ട് അവരുടെ എല്ലാ അടവുകളും തന്ത്രങ്ങളും അവർ ഇവിടെ പ്രയോഗിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പണം ഒഴുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അവർ വാരിക്കോരി പണം ചെലവഴിച്ച് ആർഭാടപൂർവ്വം ആഡംബരപൂർവ്വമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. പോസ്റ്ററുകളുടെ വിതരണത്തിന്റെ കാര്യത്തിലും അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഇതുപോലെ ചെറിയ പൊടിക്കൈകൾ വാഗ്ദാനങ്ങളായി നൽകിയുമൊക്കെ വളരെ ആഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അനുദിനം പുറത്തുള്ള ചൂടിനേക്കാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.